ജോസഫ് മാത്യു, ഞാൻ തൃശ്ശൂർ തന്നെയാണ് സ്ഥലം. മൈനാൻഷ്യൽ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് വിദേശത്തായിരുന്നു. വിദേശത്ത് അബുദാബിയിലെ ഒരു പെട്രോകെമിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ട് ഞാൻ വിദേശ കാലത്തേക്ക് പോയെന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോൾ തൃശ്ശൂർ ടൗണിലാണ് താമസിക്കുന്നതെങ്കിലും എൻ്റെ ഫാദർ ഇവിടെ നിന്ന് പോയി പീച്ചിടാവിൻ്റെ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ നിന്ന് കൈപ്പയ്ക്ക കൊണ്ടുപോയാണ് മാർക്കറ്റിൽ പോയതാണ്. അവിടെ നിന്ന് നാട് വിട്ട് പോയി, വിദേശത്ത് പോയി. ആള് നാട്ടിൽ തിരിച്ചു വന്ന ആളുടെ കുടുംബത്തിലുള്ളവരെ, ആളുടെ ഭാര്യകൾ, എൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ സ്വാധീനിക്കുക നമ്മുടെ മുമ്പിൽ വിജയിച്ച ആൾക്കാരാണ്. അതെ, നമ്മുടെ ചെറുപ്പത്തിൽ ഡ്രൈവർ ആവാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ട് ഇദ്ദേഹത്തെ പോലെ വിദേശത്ത് പോകണം, വിദേശത്ത് പോയിട്ട് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വിദേശത്ത് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം മനസ്സിലായത്. പിന്നീട് ഞാൻ അറബിക്കഥ സിനിമ കണ്ടപ്പോഴാണ് യഥാർത്ഥ ഗൾഫ് ജീവിതം എന്താണെന്ന് പലർക്കും മനസ്സിലായത്. അവിടെ ചെന്നപ്പോഴാണ് ഒരാളോട് ജോലി ചെയ്യുന്ന ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യാറില്ലേ, സെൽഫി ഇടാറില്ലേ. അങ്ങനെ ഏത് ഗൾഫുകാരന്റെയും പോലെ നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും സംരംഭം ആരംഭിക്കണം, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം എന്ന പ്രതീക്ഷയോടുകൂടി നാട്ടിൽ വന്ന സമയത്താണ് ഇത്തരം ഒരു മീറ്റിംഗിൽ ഇരിക്കുകയും ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കുകയും ചെയ്തത്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇവിടെ വർഗീസ് സാറ് അതിമനോഹരമായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തു. അദ്ദേഹത്തിന് നല്ല കയ്യടിയാണ്. ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്നെ ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത് ഈ ബിസിനസ് തുടങ്ങാൻ മുതൽ മുടക്കില്ല എന്നുള്ളതാണ്. ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിങ്ങൾ ചെയ്ത കാര്യം ചെയ്താൽ മതി. ഇവിടെ നിന്ന് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ഈ ബിസിനസ് ഫ്രീ ആണ്. ഈ ബിസിനസ് ആരംഭിക്കാൻ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് എന്നെ ഒന്നാമത് ആകർഷിച്ചത്. രണ്ടാമത് ആകർഷിച്ച കാര്യം, ഈ ബിസിനസ് തുടങ്ങാൻ എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഞാനൊരു ഫാദറിന്റെ കാര്യം പറഞ്ഞിട്ട് വിദേശത്ത് നാട്ടിൽ വന്ന് ഒരു ടാങ്കർ ലോറി മേടിച്ചു. പിന്നെ ഞാൻ കഥ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. മോഹൻലാലിന്റെ വരവേൽപ്പ് സിനിമയുടെ അവസ്ഥയാണ്. പരിചയമില്ലാത്തൊരു പരിപാടി തുടങ്ങി പൊട്ടിപ്പൊളിഞ്ഞ് നാശായി. അതുകൊണ്ട് തന്നെ കുറെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചു. ഇത് കേട്ടപ്പോൾ എന്നെ രണ്ടാമത് ആകർഷിച്ച കാര്യം, ഈ ബിസിനസ് ചെയ്യാൻ എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇന്നലെ വരെ ചെയ്ത പർച്ചേസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ശീലമാണ്. ഇവിടെ ഇരിക്കുന്ന തൃശ്ശൂരുകാരായിട്ടുള്ള മലയാളികള് 2 ആഴ്ച മുമ്പുള്ള സന്തോഷം ഇപ്പൊ ബോധമില്ല. കാരണം എന്താണ്, ഓണം കഴിഞ്ഞ എന്തായിരുന്നു വന്നത്, തിരുവാതിരക്കളി ഓട്ടങ്ങളില് ഇപ്പൊ പോക്കറ്റ് കാര്യമായിട്ടിരിക്കുന്നത് സത്യല്ലേ? നമ്മുടെ ശീലം സാധനം വാങ്ങിക്കുക. ആരെ ഓണക്കോടി ഉണ്ടാക്കിയാലോ, ആരെ അക്ഷയ തൃതീയ ഉണ്ടാക്കിയാലോ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. കയ്യിലുള്ള പൈസ കൊണ്ട് നമ്മളുടെ 80% പണവും നമ്മൾ ചെലവഴിക്കുന്നത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനാണ്. 2, എന്റെയും നിങ്ങളുടെയും ശീലമാണ് ഇഷ്ടപ്പെട്ട കാര്യം നല്ലത് എന്ന് പറയുന്നത്. ഇന്ന് മലയാള സിനിമയുടെ ചരിത്ര മുഹൂർത്തമാണ്. കാരണം ലോക എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുകയാണ്. കാരണം കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ ശീലമാണ്. ഈ 2 കാര്യങ്ങളോട് ചെയ്താൽ മതി ഈ ബിസിനസ്. ഈ 2 കാര്യങ്ങൾ എന്നെ ആകർഷിച്ചു. തുടക്കത്തിൽ തന്നെ ഞാൻ കപ്പൽ കത്തിച്ചിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്. ആദ്യമായിട്ട് ആൾക്കാർ വിചാരിക്കും കപ്പൽ കത്തിക്കുന്നത് എന്താണ്, സ്കൂളിൽ പഠിച്ചിട്ട് ഒരു കഥയാ, പഠിക്കാൻ പോകണം. അപ്പൊ അത് ഓർമ്മയുണ്ടോ, കപ്പൽ കത്തിച്ചിട്ടുള്ള കഥയാ. അതൊന്നും പറയുന്നത്, ഒരു രാജാവ് ദ്വീപിൽ യുദ്ധത്തിന് പോയി. യുദ്ധത്തിനൊക്കെ മലയാളികളൊക്കെ ഇറങ്ങിയിട്ട് ഇയാൾ കപ്പലിൽ തീയിട്ടു. ഇനി ഒരു ഒറ്റ കാര്യം രക്ഷയുള്ളൂ. എന്ത് രക്ഷയുള്ളൂ? യുദ്ധം ജയിച്ചേ പറ്റി തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ ജോലി വിട്ട് ഫുഡ് ടൈം ചെയ്യുന്ന സമയത്ത് എനിക്കിത് വിജയിച്ചേ മതിയാവൂ, എന്നൊരു അവസ്ഥ വന്നു. എന്റെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ എടുത്തു പോയി. ഒരാളും എന്നോട് സഹകരിച്ചില്ല. നല്ലൊരു പണി കൊടുത്തിട്ട് ഇതിന്റെ പിന്നെ ഇന്ന് ഞാൻ ആലോചിക്കുന്നു, ഞാൻ അവരുടെ ജീവിതത്തിൽ മറക്കില്ല. എന്റെ ഫുട്ബോൾ കളിക്കുമ്പോൾ അവരെ ഇന്നും കിട്ടിയില്ല. ഞാൻ അവസാനം ഗതി കേട്ടിട്ട് അവനൊന്ന് ഫോൺ വിളിച്ചിട്ട് അവർക്ക് കാണണം, ഒരു പരിപാടിയുണ്ട്. അവൻ സന്തോഷത്തോടെ വിളിച്ചു വരുത്തി. ചെന്നപ്പോൾ ഭാര്യയോട് ചായ കുടിക്കാൻ പറഞ്ഞു. ഇന്ന് തലത്തോന്ന് എനിക്ക് പേടിയിട്ടായിരുന്നു, വളരെ ദേഷ്യം വെച്ചിട്ട്. പക്ഷെ ഞാൻ ഈ ബിസിനസിന്റെ സാധ്യത പറഞ്ഞപ്പോൾ അവൻ ഭാര്യയോട് പറഞ്ഞു, അലമാരി 15,000 എടുത്ത് ജോസഫിന് കൊടുക്കുന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെ കാണിക്കപ്പെടുന്ന
കാണിക്കുന്ന ആൾക്കാരും കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരും ഒന്നും അല്ല ഒരു പക്ഷേ ഈ ബിസിനസ്സിൽ എന്റെ ചത്തുവാരാം മിത്രാണ് തിരിച്ചറിയാം. 70 ജീവിക്കാൻ അറിയില്ല. ഞാൻ മനസ്സിലാക്കി അന്നുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ആരോടും പറയാം. പതുക്കെ ഞാൻ ഈ ബിസിനസ് ചെയ്തു. എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ ഈ ബിസിനസ്സിലൂടെ പൂർത്തീകരിച്ചു. വീട് കൊടുത്തു, മുംബൈയിൽ സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി, 5 പുതിയ വാഹനങ്ങൾ വാങ്ങി, യൂറോപ്പ് ഉൾപ്പെടെ 19 രാജ്യത്ത് ടൂർ പോയി. എന്റെ നാട്ടിലെ സ്ഥലം വാങ്ങി. ഇനിയിപ്പോ എന്റെ നാട്ടില് എന്റെ ഫാദറിന്റെ പേരിൽ ഒരു മിനി കൺവെൻഷനുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായ സ്വപ്നങ്ങൾ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ എനിക്ക് ഈ ബിസിനസ്സിലൂടെ സാധിച്ചു. ഇവിടെ വർഗീസ് സാർ സൂചിപ്പിച്ചു ആഴ്ചയിൽ 2,10,000 പറഞ്ഞില്ലേ, 2,10,000. സോമാലിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് വഴിവിൽക്കുന്ന ഒരു പയ്യനോട് പറയണം, ആലപ്പുഴ, കേരളത്തിൽ ആലപ്പുഴ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ കുടിക്കുന്നത് സഞ്ചരിക്കുന്നത് ഒക്കെ വെള്ളത്തിൽ കൂടാന്ന് പറഞ്ഞ് വിശ്വസിക്കോ? കാരണം ഞാൻ ഒരു വഴി നിന്നൊരു ഗ്ലാസ് വെള്ളം കിട്ടും. രാത്രി അവൻ കിടന്നു നോക്കുമ്പോ ഉറക്കത്തോടെ പിടിച്ച് ഫ്ലൈറ്റിൽ കയറ്റി ആലപ്പുഴ ഇറക്കാം. നേരം എടുക്കുമ്പോൾ അവൻ ഓടും. എന്തിനോടാ? വെള്ളം വഴി കിട്ടാൻ കാരണം വഴി കിട്ടണല്ലോ വെള്ളം കിട്ടാൻ. അപ്പൊ അവൻ ഓടുമ്പോ പറഞ്ഞ് ഓടല്ലേ, ഇത് ആലപ്പുഴയാണ്, ഇവിടെ വെള്ളത്തിലാണ് ആൾക്കാർ ജീവിക്കണം. വിശ്വസിക്കോ? അവസാനം ഈ പുഴയിൽ തള്ളിയിട. ഇത് മുങ്ങിച്ചാവാൻ പോകുമ്പോൾ വിശ്വസിക്കും. കാലത്ത് മുതൽ വൈകുന്നേരം വരെ അൺപാർലമെന്ററി ആണെങ്കിലും പറയാം, പട്ടിയുടെ പോലെ പണിയെടുത്തിട്ട് ഇവിടെ വന്നപ്പോ പറയാണ് ആഴ്ചയിൽ 2,10,000 കിട്ടുമെന്ന്. വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇതിനുള്ളിൽ വന്ന് മുങ്ങി തുടങ്ങിയാൽ വിശ്വസിക്കും. ഇവിടെ അമ്മമാരായിട്ടുള്ള ആളുകളെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അമ്മമാരായിട്ടുള്ള ആളുകൾ ബാക്കി ആളുകളൊന്നും ചിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഒരു 10 മാസം അമേരിക്കയിൽ വൈകിട്ട് നടന്നറിയാം. സുഖമുള്ള പരിപാടിയല്ല, ദേശീയം നടക്കാനൊന്നും പറ്റില്ലാത്തൊരവസ്ഥയാണ്. കാരണം എനിക്ക് 4 മക്കളുണ്ട്. ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ആദ്യം അത് സിനിമയിൽ സുരാജ് കൊണ്ടുവന്ന അവസ്ഥ അത് വിചാരിക്കുന്നത്. ഇവൻ ഒരു കുട്ടിയെ ഗർഭം വെച്ച സമയത്ത് ഒരു ഗൈനോക്കോളജിസ്റ്റിനെ കാണാൻ പോയപ്പോ അവിടെ ചുമരിൽ വെച്ചൊരു കുട്ടിയുടെ പടം നോക്കി എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അതുപോലെയാണെന്ന് മനസ്സിൽ സ്വപ്നം കണ്ട് 9 മാസം നടന്ന ആൾക്കാരാണ് നിങ്ങൾ. നാളെ ഇതുപോലൊരു കുട്ടിയാണ് എനിക്ക് ജനിക്കാൻ പോകുന്നത് എന്ന് സ്വപ്നം കണ്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. ആരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളതെന്ന് നോക്കിയാൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരെ വിജയിച്ചു.